വെൽക്കം ബാക്ക്. നമ്മോടൊപ്പം ഡോക്ടർ KT പൗലോ, CEO ആൻഡ് കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ്, നെച്ചുപാട് ഡെന്റൽ ക്ലിനിക്, കോലഞ്ചേരി ആൻഡ് കൊച്ചി. സാർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. മാഡം പറഞ്ഞോളൂ. മാഡം ഹലോ, പറഞ്ഞോ. പറഞ്ഞോളൂ മാഡം. എനിക്ക് വലത് സൈഡിലെ 3 പല്ല് ഉള്ളിലോട്ട് വളഞ്ഞിരിക്കുകയാണ്, അണപ്പല്ല് 3 അത് നേരെയാക്കിയാൽ പറ്റും. ആ ഭാഗത്ത് കടിക്കാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡ് കൊണ്ടേ കടിക്കണല്ല. എത്ര വയസ്സായി? 55. പല്ലിന് കേടൊന്നുമില്ല. ഒന്ന് കൊണ്ട് കാണിക്കാവോ? ഞങ്ങളവിടെ മറൈൻ ഡ്രൈവിലുണ്ട്. അതെല്ലാം ശരിയാക്കാൻ പറ്റുമോ? ഒന്ന് കൊണ്ട് കാണിക്കണം, എങ്ങനെയാ അത് ശരിയാക്കണ്ടെന്നുള്ള അറിയാൻ. ചാർജ് വരുന്നതിന് ഇതൊന്നും പറയാനൊക്കത്തില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ചാർജ് പറയാൻ. അപ്പൊ മറൈൻ ഡ്രൈവിൽ ഞങ്ങളുണ്ട് ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും. ശനിയാഴ്ച വൈകിട്ടും എവിടെയാണ്? മറൈൻ ഡ്രൈവ് GCDA ഷോപ്പിംഗ് കോംപ്ലക്സ്, ആ സീലോഡ് ഹോട്ടലിന്റെ നേരെ എതിർവശത്ത്. GCDA ഷോപ്പിംഗ് കോംപ്ലക്സ് 3ാമത്തെ നിലയിലാണ്. അപ്പൊ അവിടെ ഒന്ന് എറണാകുളത്താണുള്ള വീട്. അപ്പൊ വന്നുകൊണ്ടൊന്ന് കാണിക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞുതരാം. എന്നിട്ട് പിന്നെ അതനുസരിച്ച് ചെയ്തോ. ഓക്കെ മാഡം, താങ്ക്സ് ഫോർ കോളിംഗ്. സാർ, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഇളകിയിട്ട് മുന്നോട്ട് നിൽക്കുന്ന പല്ലുകളുണ്ടല്ലോ, അതിനെന്താ നമുക്ക് ചെയ്യാൻ പറ്റാം? അപ്പൊ ഇളകി നീണ്ട പല്ലാണെങ്കിൽ നമുക്ക് ഈ എൻസ്കോപ്പ് വഴി അത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും മോണയുടെ സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്, ബോൺ സപ്പോർട്ട് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അസ്ഥി പല്ലിനെ താങ്ങി പിടിച്ച് നിർത്തിയേക്കുന്നത്. അത് പഴുത്ത് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് മിക്കവാറും ഈ പല്ല് ഇളകി നീണ്ടു വരുന്നത്. അങ്ങനെയുള്ളത് നമ്മൾ ആ പല്ലിന്റെ നീളം കുറച്ച് നമ്മൾ എല്ലാം കൂടി ബൈൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ പല്ല് ഇളകി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇറ്റ്സ് എ പെരിയഡോണ്ടൽ പ്രോബ്ലം, മോണയുടെ പ്രോബ്ലമാണ്. അതിന് പെരിയഡോണ്ടിസ്റ്റിന്റെ സഹായം കൂടെ നമ്മൾ തേടണം. പെരിയഡോണ്ടിസ്റ്റുകൾ സർജറി ചെയ്ത് ശരിയാക്കേണ്ടതാണെങ്കിൽ ആ മോണ ഇറങ്ങിപ്പോയ ഭാഗത്ത് സർജറി ചെയ്തിട്ട് അവിടെ ബോൺ ഗ്രാഫ്റ്റ് വെച്ച് ബോൺ നഷ്ടപ്പെട്ടു പോയ ബോണിന്റെ കുറെ ഭാഗം നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഈ എൻസ്കോപ്പും കൂടെ അങ്ങ് ചെയ്തേക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പല്ല് വർഷങ്ങളോളം ലാസ്റ്റ് ചെയ്യും. പിന്നെ സൂക്ഷിച്ചു കൊണ്ടുനടന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ ഈ പൊട്ടിപ്പോയ പല്ലുകൾ, ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് എന്തെങ്കിലും പറ്റിയിട്ട് പൊട്ടിപ്പോയ പല്ലുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ സാധ്യതകളുണ്ട്? പൊട്ടിപ്പോയ പല്ല് ഈ പറഞ്ഞോണം, അത് ആ പൊട്ടിയേക്കുന്ന ലെവൽ അനുസരിച്ച് അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ മാറും. അല്പം മൂല മാത്രമൊക്കെ പോയിട്ടുള്ളത് ചുമ്മാ അങ്ങ് ഫില്ല് ചെയ്തെടുത്താൽ മതി. പല്ലിന്റെ അതേ കളറിൽ ഫില്ല് ചെയ്ത് അറിയാത്ത രീതിയിലാക്കി എടുക്കാം. അതേസമയത്ത് ആ പൊട്ടൽ സ്വല്പം കൂടെ നടുഭാഗത്തേക്ക് കയറിയാണെങ്കിൽ അതിനകത്ത് പൾപ്പ് ഇൻവോൾവ് ആയിരിക്കും. അപ്പൊ പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒന്നുകിൽ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ക്രൗൺ ചെയ്യണം. അപ്പോൾ ആ ലെവൽ ഓഫ് ഫ്രാക്ചർ അനുസരിച്ചിരിക്കും അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻ. പിന്നെ ചില മനുഷ്യരുടെ പല്ല് വീണ് പോയി താടെ പോയില്ല, ഒരു മുട്ട് പറ്റി പല്ല് ഇളകി അങ്ങ് പോയി, മുഴുവനായിട്ട് പല്ല് ഊരിപ്പോരും. ആ ഊരിപ്പോയ പല്ലുകൾ നമ്മൾ ദൂരം കളയേണ്ട കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലിനിക്കിൽ എത്തിക്കാമെങ്കിൽ അതേ പല്ല് തന്നെ നമുക്ക് തിരിച്ചവിടെ നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതിന് റീ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അങ്ങനെ ചെയ്തതിന് രക്ഷപ്പെടുത്തിയെടുക്കാം. അതുപോലെ ഇപ്പൊ സാർ 2 കണ്ടീഷൻ പറഞ്ഞു. മൂന്നാമതൊരു കണ്ടീഷൻ ഈ നിര തെറ്റിയ പല്ലുകളുണ്ടല്ലോ, അത് ഒന്ന് മുന്നിലോട്ടും പിറകിലോട്ടും കയറ്റിയിരിക്കുന്ന കണ്ടീഷൻ. അതെ, അത് നമുക്ക് കമ്പി കെട്ടി ശരിയാക്കാം. ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ആണ് അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണത്. ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് ഈ പറഞ്ഞോളം ഇപ്പൊ പ്രായമായവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞോളം തന്നെ പലരും കമ്പി കെട്ടാൻ മനസ്സുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോഴും ഞങ്ങളുടെ എൻസ്കോപ്പ് അവിടെയും അപ്ലൈ ചെയ്യാം. അപ്പൊ നിര തെറ്റി നിൽക്കുന്ന പല്ലുകളെല്ലാം നമ്മൾ നിരയിലേക്ക് കൊണ്ടുവരും. ഒരു പല്ലും പറിച്ചു കളയില്ല, പറിച്ചു കളയാതെ തന്നെയാണ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് എൻസ്കോപ്പിനുള്ള ഒരു അഡ്വാൻറ്റേജ്. കമ്പി കെട്ടി ട്രീറ്റ് ചെയ്യുമ്പോൾ മിക്കവാറും പല്ല് 4 പറിച്ചു കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. എൻസ്കോപ്പ് ഞങ്ങൾ ചെയ്യുമ്പോൾ പല്ല് പറിക്കത്തില്ല, പല്ലിന്റെ ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആംഗുലേഷൻ മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പല്ല് പറിക്കണ്ട. ഒരു കോൾ ഉണ്ട് സാർ. ഹലോ ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? ഇത് കോഴച്ചാലിന് തന്നെയാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ മാഡം. ഹലോ, ചോദിച്ചോളൂ, എന്താ പ്രശ്നം? പിന്നെ എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. പിന്നെ പല്ലിനിങ്ങനെ പിന്നെ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ രാഗി മുറിച്ചിന് ചെറുപ്പത്തില്. ഇപ്പം പല്ല് മൊത്തം എന്തൊക്കെയോ ഒരു മഞ്ഞ പിടിച്ചതിന്റെ കേട്ടോ. അതെന്താ? അത് പല്ല് ക്ലീൻ ചെയ്യിക്കാറുണ്ടോ? ഇല്ലാലോ. മഞ്ഞ നിറത്തിലിരിക്കുകയാണോ പല്ല്? അത് ക്ലീൻ ചെയ്താൽ മിക്കവാറും മാറി കിട്ടും. പിന്നെ ഒരു പൊട്ടിയിരിക്കുന്ന പല്ലുകൾക്ക് നമുക്ക് കവർ ഇടാന്നുണ്ടെങ്കിൽ ഒരു കവർ ഇട്ടാൽ മതി. ക്രൗൺ ചെയ്യാന്ന് പറയും. കവറിട്ട പിന്നെ ആദ്യത്തെ പല്ല് നശിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അതെങ്ങനെയാ കവറിട്ടാ പല്ല് പോകുന്നില്ല. കവർ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാല് ആ പല്ല് ബലമുള്ള പല്ലാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നോളും, അത് പോവില്ല. അപ്പൊ എവിടെയാ സ്ഥലം? പേരാമ്പ്ര. ഒന്ന് കൊണ്ട് കാണിക്കാവോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞു തരാം. ഒന്നുകിൽ കോലഞ്ചേരിയിൽ വരിക അല്ലെങ്കിൽ കൊച്ചിയിൽ വന്നിട്ട് ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നാല് എന്ത് ചെയ്ത് ശരിയാക്കാം. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്കൊരു 10-45 വയസ്സുണ്ട്. അപ്പൊ അത്രയും ചെറുപ്പല്ലേ. അപ്പൊ അത് പല്ലൊന്നും കളയാണ്ട് നോക്കാം. പറിച്ചു കളഞ്ഞാൽ അപ്പടിയും പറിച്ചു കളഞ്ഞാൽ പിന്നെ വെക്കണ പല്ലിന് അതായത് നിക്കണ പല്ലിന്റെ അത്ര ഉറപ്പ് കിട്ടില്ല കേട്ടോ. ഓക്കെ മാഡം, ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ശരി. അതുപോലെ തന്നെ സാർ ഇപ്പം സാർ ഇപ്പൊ പറഞ്ഞു ഈ എൻസ്കോപ്പും
അല്ലെങ്കിൽ ഈ പല്ല് കമ്പിയിടുന്നതും തമ്മിൽ അതൊന്ന് ഡിഫറൻഷിയേറ്റ്, അതായത് അതിന്റെ മേന്മകൾ, എൻസ്കോപ്പിന്റെ മേന്മകൾ ഒന്ന് പറയാമോ അതിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ? ഇതിന് പല്ല് പറിക്കണ്ട, പല്ല് പറിക്കാതെ തന്നെ നമുക്ക് പല്ലിനെ ലെവലിലേക്ക് കൊണ്ടുവരാം. അതാണ് എൻസ്കോപ്പിനകത്തുള്ള ഒരു സംഗതി. പല്ലിന്റെ ആംഗുലേഷൻ മാത്രമേ, അതിന്റെ ബേസിന് നമ്മൾ വേറൊരു തകരാറും വരുത്തുന്നില്ല. പല്ലിന്റെ റൂട്ട് നമ്മൾ അനക്കുന്നേയില്ല. അപ്പോ അങ്ങനെ വരും. പിന്നെ അതിന്റെ അകത്ത് പിന്നീട് അതിന്റെ റിലാപ്സ് പോസിബിലിറ്റി, കമ്പിയിട്ട പല്ലുകൾ ചിലപ്പോൾ പല്ല് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ പിന്നെയും പല്ല് പൊങ്ങും. ഈ എൻസ്കോപ്പിനകത്ത് പിന്നെ തിരിച്ച് പല്ല് പൊങ്ങണ പ്രശ്നമില്ല, കാരണം ഈ പല്ലുകൾ തമ്മിൽ ബൈൻഡിങ് ആണ്, ഒന്നൊന്നിനെ വിടില്ല. അപ്പൊ 6 പല്ലായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 6 പല്ലിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ ഒന്നൊന്നിനെ വിട്ടുകൊടുക്കൂല. അപ്പൊ അങ്ങനെ റിലാപ്സ് ടെൻഡൻസിയും കുറവാണ്. കറക്റ്റ് ആയിട്ട് ബ്രഷ് ചെയ്ത് മോണയ്ക്ക് എന്തെങ്കിലും കേടുപിടിപ്പിക്കാതെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് ക്ലീനിങ് എല്ലാം ചെയ്യുന്നുണ്ട്. എൻസ്കോപ്പ് ചെയ്യുന്ന പല്ലുകൾ ആ പൊക്കം താത്തിയത് കുറെ കൂടെ പെർമനന്റ് ആണെന്ന് പറയും. ഓർത്തഡോൺഷ്യ ചെയ്താലും സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന പിള്ളേർക്ക് റോങ് ഹാബിറ്റ്സ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതും നിൽക്കില്ല എന്നുള്ളതല്ല, അത് നിൽക്കുക തന്നെ ചെയ്യും. പക്ഷെ പ്രായപരിധിയുടെ വ്യത്യാസങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞോണം. എൻസ്കോപ്പ് ചെയ്യുന്നത് പ്രായം കൂടിയവർക്കും ഓർത്തഡോൺഷ്യ ചെയ്യുന്നത് പ്രായം കുറഞ്ഞവർക്കുമാണെന്നുള്ള ഒരു സംഗതി. ഇപ്പൊ കല്യാണമൊക്കെ മുടങ്ങിയിരിക്കുന്ന പല്ല് പൊങ്ങിയതാണ്, അല്ലെങ്കിൽ മുടമ്പല്ലായിട്ട് എന്നിട്ട് കല്യാണം നടക്കാതിരുന്നു പോയെന്നുള്ള പിള്ളേർക്ക് പെട്ടെന്ന് പല്ല് താത്തി കിട്ടണം. അപ്പൊ ഞങ്ങൾ കമ്പി കിട്ടാൻ പോയാൽ 1.5 കൊല്ലം പിന്നെയും വെയിറ്റ് ചെയ്യണ്ടേ. അപ്പൊ അതിന് എൻസ്കോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ആഴ്ച കൊണ്ട് പല്ല് താത്തി ശരിയാക്കി, വേദനയില്ല, ഒന്നുമില്ല, ഒരു പല്ലും പറിച്ചില്ല, പല്ല് പറിക്കണ്ട, ഒരു പ്രശ്നമില്ലാതെ പല്ലും താത്തി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടറോട് പേര് പറഞ്ഞോളൂ സാർ. രാകേഷ്. ഓക്കെ, എവിടെന്നാ വിളിക്കുന്നേ? കോഴിക്കോട്. സംസാരിച്ചോ. എന്റെ പല്ലിലേശം ഉണ്ടിട്ടാള്. അപ്പൊ അതിന് കമ്പിയിടാൻ ശ്രമിച്ചപ്പോ കല്ലിൽ ഞരമ്പ് കുറവാണ്. ഞരമ്പില്ലാന്ന്. പല്ലിനോ? ആട്ടെ, അത് ധരിച്ചതിന്റെ കുഴപ്പമായിരിക്കും. ഞരമ്പില്ലാണ്ട് വരൂല. നല്ല പല്ലല്ലേ, വേദനയില്ലാത്ത പല്ലല്ലേ? ഇല്ല. അപ്പോ ധാരണ പശയായിരിക്കും. എന്തായാലും ഇപ്പൊ എന്നാ കുഴപ്പം? എക്സ്റേ എടുത്ത് കൊടുത്തേക്കാനോ? അത് ഒന്ന് കൊണ്ട് കാണിക്കാവോ? രക്ഷപ്പെടുത്താവുന്നതാണെങ്കിൽ, പല്ല് കമ്പി ഇടാവുന്നതാണെങ്കിലും ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ എൻസ്കോപ്പ് വഴി ശരിയാക്കാവുന്നതാണെങ്കിലും ശരിയാക്കി തരാം. എത്ര വയസ്സായി? എനിക്ക് 24. അപ്പൊ ഒന്ന് കൊണ്ട് കാണിക്കാമെങ്കിലേ അത് ശരിയാക്കി തരാവുന്നതാണോ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുവിടാം കേട്ടോ. ഡോക്ടറെ കോലഞ്ചേരിയിലെ അല്ലെങ്കിൽ എറണാകുളത്തുള്ള ഒരു ക്ലിനിക്ക്. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ GCDA ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ഞങ്ങളുടെ ക്ലിനിക്ക്. ഒന്ന് വിളിച്ചിട്ട് പോന്നാൽ മതി. 994666. ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് പോന്നാൽ മതി. അപ്പൊ ഒന്നുമില്ല, കോലഞ്ചേരി വരാം, അല്ലെങ്കിൽ എറണാകുളത്ത് വരാം. ഓക്കെ സാർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഇപ്പൊ ചില പല്ലുകൾ, ഫോർ എക്സാമ്പിൾ വിസ്ഡം ടീത്ത്, അതിപ്പോ വരാത്ത ആൾക്കാരുണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞാലും അത് വരാത്ത ആൾക്കാർ, അതുകൊണ്ട് എന്തെങ്കിലും ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വരാത്തത് കുഴപ്പമെന്ന് പറയുന്നത് പകുതി മുളച്ചു നിൽക്കും, ഒട്ടും പുറത്ത് കടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് ചില ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാവും, വലിയ തലവേദനയൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ അന്നേരം പ്രശ്നം ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ആ പല്ലുകൾ അകത്ത് കിടക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. കുറച്ച് മുളച്ചു, അപ്പഴും പുറത്ത് കിടക്കുന്നില്ല, അങ്ങനെയുള്ള നിൽക്കുന്ന പല്ലുകളാണ് കൂടുതൽ ശൈല്യം ഉണ്ടാക്കുന്നത്. അവിടെ നല്ല പല്ലുവേദനയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പുറത്തെ പല്ലിന് കേടുപിടിപ്പിക്കും, ചെരിഞ്ഞായിരിക്കും നിൽക്കുന്നത്, മോൾപ്പോട്ടിട്ട് വരാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ സർജറി ചെയ്ത് എടുത്ത് കളയണം, കീറി എടുത്ത് കളയണം. സാർ, എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇവിടെ, അതിന്റെ ടൈം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സാർ, എന്ത് മെസ്സേജ് ആണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? പല്ലിന് ഇന്നത്തെ ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതി നോക്കിക്കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പല്ലിന്റെ കുഴപ്പമാണെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടി വിഷമിച്ച് മനപ്രയാസപ്പെട്ടിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പല്ല് പൊങ്ങിയതാണെങ്കിൽ പ്രശ്നം ശരിയാക്കി തരാം, പല്ല് വിടവാണെങ്കിൽ ശരിയാക്കി തരാം, ഇളകി നീണ്ടതാണെങ്കിൽ ശരിയാക്കി തരാം, നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ വെച്ചെടുക്കാം, കൊച്ചു പിള്ളേരുടെ പല്ലാണെന്നുണ്ടെങ്കിൽ കേട് വരാതെ സൂക്ഷിക്കാം, വന്ന കേട് അടച്ചെടുക്കാം. അങ്ങനെ ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മൾ ആ പല്ലുകൾ ഒന്നും നഷ്ടപ്പെടാതെ ആയുഷ്കാലം മുഴുവനും നമ്മുടെ പല്ല് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ടും കേടുപിടിപ്പിക്കുന്ന സ്വഭാവം കൊണ്ടാണ് പോകുന്നതെന്ന് ഞങ്ങൾ പറയും. അപ്പോ ആ ശ്രദ്ധ കുറച്ചുകൂടെ പല്ലിന് കൊടുത്ത് വേണ്ട ട്രീറ്റ്മെന്റ് വേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അതിനുള്ള വേണ്ട പരിരക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ പല്ല് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് ആയുഷ്കാലം ഉപയോഗിക്കാൻ പറ്റും. അല്ല, അപ്പടി നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പോലും നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നല്ല ഡെഞ്ചർ വെച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും ചിരിക്കാനും വർത്താനം പറയാനും ഒക്കെ സ്വന്തം പല്ലിന്റെ 4-1 അതിന് എഫിഷ്യൻസി ഉള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്റെ ബുദ്ധിമുട്ട്. അതുകൊണ്ട് പല്ലിനെ കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ പ്രോഗ്രാം നമ്മൾ നടത്തിയത്. അപ്പൊ പല്ല് നന്നാക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ നിലയിൽ അതിനുള്ള എല്ലാ നൂതന മാർഗങ്ങളും നമുക്കിപ്പോ ഉണ്ട്, അത് പ്രയോജനപ്പെടുത്തണം. ഓക്കെ സാർ, അപ്പൊ എന്തായാലും സാർ എന്ന് പറഞ്ഞ ഒരുപാട് ശരിക്കും ഒരു മോഡേൺ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസിനെ കുറിച്ചാണ് സാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചതെങ്കിൽ കൂടിയും ചില നുറുങ്ങ് കാര്യങ്ങൾ സാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. പല്ല് ബ്രഷ് ചെയ്യുന്ന രീതിയെ കുറിച്ചിട്ട്, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള രീതിയെ കുറിച്ചിട്ട്, ആഹാരം കഴിഞ്ഞ് മസ്റ്റായിട്ടും ചെയ്യണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ സാർ ഒരുപാട് എന്താ പറയാ, കുട്ടികൾ
പല്ല് കമ്പിയിടുന്ന സമയം അല്ലെങ്കിൽ പല്ല് കമ്പിയിടുന്നത് കൊണ്ട് അതിനെക്കാട്ടിലും എൻസ്കോപ്പിന്റെ മേന്മയെ കുറിച്ച് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുണ്ടായി. ഇറ്റ് വാസ് എ വെരി ഇൻഫോർമേറ്റീവ് എപ്പിസോഡ് സർ. താങ്ക്സ് ഫോർ ബീയിങ് ഹിയർ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും ഞങ്ങൾ എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മെഡിടോക്ക്, ജയ്ഹിന്ദ് TV, നന്ദാവനം, ട്രിവാൻഡ്രം. വീണ്ടും കാണുമ്പോൾ നന്ദി, നമസ്കാരം.